എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവർണിയനെ കാണാൻ വേണ്ടി ഗീതു വരുവാണ്. ഈ സമയത്ത് അജാസും അവർണിയയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗീതു കണ്ട്. ഗീതു കുറച്ച് സമയം അവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടോണ്ട് നിൽക്കുകയാണ്. പിന്നീട് അവർണി പറഞ്ഞു, ഞാന് ബാംഗ്ലൂർക്ക് മടങ്ങിപ്പോയാലോ എന്ന് ആലോചിക്കുക അജാസ് എന്ന് പറയാം. ഇത് കേട്ടപ്പോ അജാസ് പറഞ്ഞു, എന്തിനാ ഇപ്പം ബാംഗ്ലൂർക്ക് പോന്നേ, അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കാം. എനിക്ക് ഇവിടെ നിന്നിട്ട് ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ അജാസ് പറഞ്ഞു, വേണ്ട അവർണിക എങ്ങോട്ടും പോണ്ട എന്ന് പറയാണ്. അവർണിക പഴയപടി ഓഫീസിലൊക്കെ പോകാൻ തുടങ്ങണമെന്ന് പറയാം. അപ്പോഴേക്കാണ് അവർണിക ഗീതുവിനെ കാണുന്നത്. ഗീതുവിനെ കണ്ടത്, ആഹാ ഗീതോ ഇതെപ്പോ വന്നെന്ന് ചോദിക്കാം. പെട്ടെന്ന് ഗീതു അകത്തേക്ക് വരിക. ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് വന്നോളൂ, അപ്പോഴാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടെന്ന് പറയാണ്. പിന്നീട് അവർണയുടെ അടുത്ത് പോയി ഗീതു ഇരിക്കുകയാണ്. അവർണയുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ ഗീതു ചോദിച്ചു, എന്ത് പറ്റി അവർണിക, നിന്റെ മുഖം എന്താ ആകെപ്പാട് ഡള്ളായിട്ട് ഇരിക്കുന്നേ ചോദിക്കുക. ഇത് കേട്ടതും അജാസ് പറഞ്ഞു, ഞാൻ വന്നപ്പോ തൊട്ട് ഇങ്ങനെ തന്നെയാണ് അവർണയുടെ മുഖം. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവർണ ഈ ഇരിപ്പ് തന്നെ ഇരിക്കുവാണ്. ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ട് അതിന് പോലും കൂട്ടാക്കുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടതും അവർണ പറഞ്ഞു, എനിക്ക് ഓഫീസിലേക്കൊന്നും വരാൻ ഒരു മൂടും ഇല്ല ഗീതു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് ഒന്ന് രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്താവൂന്ന് ഞാൻ തന്നെ ഭയക്കുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പം ഗീതു പറഞ്ഞു, ഒന്നൊരു കാര്യം ചെയ്യാം, ഡാഡിയോട് വന്ന് നിൽക്കാൻ പറയാൻ പാടില്ലായിരുന്നോ. ഡാഡി വന്ന് നിൽക്കാന്ന് പറഞ്ഞ, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷനാന്ന് പറയാണ്. പാവം ഡാഡി, ഞാൻ കാരണം ഇനിയിപ്പോ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കരുതി, അതുകൊണ്ടാണ് ഞാൻ ഡാഡിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താത്തെന്ന് പറയാണ്. സാരമില്ല, ഇതൊക്കെ മാറൂന്നേ. അപർണിക പഴയതുപോലെ തന്നെ ഓഫീസിലേക്ക് വന്നു തുടങ്ങണമെന്ന് പറയാം. എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ വരുന്നില്ല ഓഫീസിലേക്ക് എന്ന് പറയാം. അതെന്താ അങ്ങനെ? വേണ്ട, എനിക്ക് ജോലിക്ക് വരാൻ പറ്റില്ല, എനിക്കെന്തോ മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാണ്. ഈ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ മാറ്റണ്ടേ? ഇപ്പൊ തന്നെ എന്റെ കാര്യം എടുത്തു നോക്ക്, എനിക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വെറുതെ അടങ്ങിയിരിക്കുന്നുണ്ട് വീട്ടില്. നമ്മൾ അങ്ങനെ താന്നു കൊടുക്കാൻ പോയിട്ടുള്ള, എന്നും താന്നു കൊടുക്കാനേ പറ്റുള്ളൂ. നമ്മള് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കണേ? അവർണയുടെ ഉള്ളിലെ കുറ്റബോധം കാരണം അവർണ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പറയാണ്. ഇത് കേട്ടോ അജാസ് പറഞ്ഞു, അത് ഞാൻ 100 വട്ടം പറഞ്ഞു കൊടുത്തു, അവർണയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ല. അവർണയുടെ മനസ്സിൽ കുറ്റബോധത്തിന്റെ ആവശ്യമില്ലാന്ന്. പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ അവർണയെ കൂട്ടാക്കുന്നില്ല. അവർണയുടെ ഉള്ളിൽ ഇങ്ങനെ ധരിപ്പിച്ചു വെച്ചിരിക്കുക, താനാണ് കിഷോറിന്റെ കൊലയാളി എന്നുള്ളത്. അതുകൊണ്ടാണ് അവർണയ്ക്ക് കുറ്റബോധം. ഇത് കേട്ടതും ഗീത പറഞ്ഞു, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊന്നും അവർണയ്ക്ക് വേണ്ട. SI പറഞ്ഞ കാര്യമുള്ളോ, അവർണയുടെ കൈന്നുള്ള ആ ബുള്ളറ്റ് ഏറ്റല്ല മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തെ അവർണീനെ ടെൻഷൻ അടിക്കണ്ട, വന്നേ ഓഫീസിലേക്ക് പോകണമെന്ന് പറയാണ്. പിന്നീട് അവർണ പറഞ്ഞു, അത് പിന്നെ എനിക്ക് എന്താ എന്താ കാര്യം എന്താന്ന് ചോദിക്കുക. ഇവിടെ ഇരുന്നാലും ഇങ്ങനെ ഓരോന്നൊക്കെ ചിന്തകൾ വെച്ച് ഉണ്ടായി കാട് കയറി ചിന്തിക്കുന്നതൊക്കെ. വീട്ടിൽ ഇരുന്ന് ഒറ്റപ്പെടലിന്റെ ഫീലിങ്സ് ഉണ്ട്. ഓഫീസിൽ നിന്ന് എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് കഴിയുമ്പോഴത്തേനും മനസ്സിലെ കുറച്ച് വേദനകളും വിഷമങ്ങളും മാറും. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതുമായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഒറ്റയ്ക്ക് ഒരു മുറി കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ലെന്ന് പറയാണ്. എന്നാലും എനിക്ക് സാധിക്കും തോന്നില്ല. സാധിക്കും, ഞാനല്ലേ പറയണേ. അതെ, അവർ നീ ഓഫീസിലേക്ക് വരണമെന്ന് പറയാം. ഇത് കേട്ടിച്ച് പറഞ്ഞു, ഞാൻ എങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റുമെന്ന് തോന്നുന്നുള്ളത് പറയാം. ഇത് കേട്ട അജാസ് പറഞ്ഞു, അതിനെന്താ കുഴപ്പം, ഞാനല്ലേ ഉള്ളേ, എന്റെ കൂടെ പോരെ, ഞാൻ കൊണ്ടേ ആയിക്കോളാം, തിരികെ കൊണ്ടേ വിടുകയും ചെയ്തോളാം. ആ കാര്യത്തിൽ അവർണയെ പേടിക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ ഗീത് പറഞ്ഞു, അതെന്തിനാ അജാസിന്റെ സഹായം? അജാസിന്റെ സഹായം ഒന്നും വേണ്ട, അവർണയെ തന്നെ വന്നാൽ മതി. അവർണയെ തന്നെ കാർ ഓടിച്ച് വരണം. അവർണയെ ഇനി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ നമ്മൾ മടിച്ചു നിൽക്കരുത്. എപ്പോഴും നമ്മൾ ഒരാളുടെ സഹായം തേടരുത്. നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യണം. നമ്മുടെ മനസ്സിനെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അവർണയ്ക്ക് സാധിക്കും, സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവർണയ്ക്ക് തന്നെ കാർ ഓടിച്ചുകൊണ്ട് വന്നാൽ മതി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഗീതനറിയാം അവർണയെ പഴയപടി ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത്ര റിസ്ക് ആണ്. മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്. കുറ്റബോധമൊക്കെ മനസ്സിനെ വേട്ടയാടുന്നുണ്ട്. താൻ കാരണമാണോ കിഷോറിന് ഇങ്ങനെ സംഭവിച്ചെന്നൊരു ചിന്തയൊക്കെ മനസ്സിൽ അലട്ടുന്നുണ്ട്. അതിനേക്കാൾ ഇവര് കുഞ്ഞു പോയത്, അതൊക്കെ ഓർത്ത് അവർണയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഗീതു അവർണയോട് പറയണേ. അവസാനം അവർണ ഇങ്ങനെ സമ്മതിക്കുകയാണ്, ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കുകയാണ്. ആ സമയം ഗോവിന്ദ് ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഓഫീസിലെത്തി പതിവ് പോലെ തന്നെ ജോലികളൊക്കെ ആരംഭിച്ചു. അപ്പൊ 1-2 ദിവസമായിട്ട് ഓഫീസിലേക്ക് വരുന്നില്ലായിരുന്നു. കാരണം 100 പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വരാത്തതുകൊണ്ട് അതിൻ്റെതായ ഫയൽസ് ഒക്കെ പെൻഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗോവിന്ദന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നേ. അത് മറ്റാരും ആയിരുന്നില്ല വിളിച്ചത്, SI ആയിരുന്നു വിളിച്ചേ. SI വിളിച്ചപ്പോൾ ഗോവിന്ദ്, എന്താ സാറേ, എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻസ് എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം പറഞ്ഞു, അതെ
കിഷോറിനെ കുറിച്ചൊരു വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറയണേ. കിഷോറിനെ കുറിച്ചാ? അതെ, കിഷോറിന്റെ ഫോണും പിന്നെ അതുപോലെയുള്ള കുറച്ച് സാധനങ്ങളും ഒരു തോക്കും പിന്നെ കുറച്ച് ചോര പുരണ്ട മണ്ണും ചോരയും പുരണ്ട കുറച്ച് വസ്ത്രങ്ങളും ഗോവയിലുള്ള ഒരു ഇതൊക്കെ ലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ ഒരു നിമിഷം ഞെട്ടി. ഗോവയെന്നോ? അതെങ്ങനെ? ഗോവിന്ദ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുവാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ ഒരു നിമിഷം ഒന്ന് ഞെട്ടി. ഇതെങ്ങനെ ശരിയാവും? കിഷോറിനെ കൊന്ന ഇനിയിപ്പോ ഗോവയെന്ന് വന്ന ആരെങ്കിലും ആണോ? അങ്ങനെ എങ്ങനെ വരാൻ വഴി? അങ്ങനെയാണ് ആവുമ്പോ അവരെന്തിനാ വെമ്പാലമുക്കിലുള്ള ആ വീട്ടിൽ കൊണ്ടേ കിഷോറിന്റെ ബോഡി കുടിച്ചിട്ടു ഒരെത്തും പിടിയും കിട്ടുന്നില്ല ഗോവിന്ദിന്. ഇത് ആരാ ചെയ്തേ, എന്തിനാ ചെയ്തേന്ന് പോലും അറിയത്തില്ല. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഒരു രഹസ്യങ്ങളുണ്ടെന്ന് ഗോവിന്ദന് മനസ്സിലായി. ഗോവിന്ദ് പിന്നെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഒരു പക്ഷേങ്കിൽ ഇതുവരെയായിട്ടും അവിടുന്ന് കിട്ടിയ മൊബൈൽ ഫോണിനെ കുറിച്ചൊരു അറിവും കിട്ടിയിട്ടില്ല. കാരണം ഭദ്രന്റെ മൊബൈൽ ഫോൺ അന്ന് അവിടെ വെച്ച് കണ്ടതാണ്. പക്ഷെ ഇതുവരെയായിട്ടും അതിനെക്കുറിച്ചൊരു വിവരം കിട്ടിയിട്ടില്ല. അത് ആരെടുത്തോണ്ട് പോയി, എന്തിനെടുത്തോണ്ട് പോയെന്ന് പോലും അറിയത്തില്ല. കിഷോറിന്റെ ഫോണും കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടണമെങ്കിൽ, ചോര പുരണ്ട വസ്ത്രങ്ങളും അവിടുന്ന് കിട്ടണമെങ്കിൽ, അപ്പൊ കൊലയാളി ഇനി അങ്ങോട്ട് ഗോവയ്ക്ക് പോയിട്ടുണ്ടായിരിക്കുമോ? അതെങ്ങനെ അങ്ങനെ സംഭവിച്ചു? ഒന്നും ഒരെത്തും പിടിയും കിട്ടുന്നില്ല, ഒരിടത്തും ഒരു തുമ്പും കിട്ടുന്നില്ലാത്ത അവസ്ഥ. പിന്നീട് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിങ്ങനെ ഗോവിന്ദ് അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അജാസ് ഓഫീസിലേക്ക് വന്നു. അപ്പൊ ഗീത പറഞ്ഞു, ഞങ്ങൾ പിന്നീട് വന്നേക്കാം, അജാസിനോട് പോയിക്കോളാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ അജാസ് ഓഫീസിലേക്ക് വരുവാണ്. ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഗോവിന്ദ് അജാസിനെ വിളിപ്പിക്കുകയാണ്. അങ്ങനെ ഗോവിന്ദന്റെ മുന്നിലാക്കി അജാസ് ചെല്ലുവാണ്. പിന്നീട് അജാസിനോട് ഗോവിന്ദ് വന്ന് ഇരിക്കുമെന്ന് പറയാണ്. പിന്നീട് അജാസിനോട് ഗോവിന്ദ് ചോദിച്ചു, അല്ല അന്നത്തെ ദിവസം വീട്ടിലേക്ക് വന്നപ്പോ കിഷോറിന്റെ ബോഡി കണ്ടിട്ടില്ലെന്നല്ലേ അജാസ് പറഞ്ഞേ? അതെ, എനിക്കറിയത്തില്ല ഗോവിന്ദ് സാറേ, ഞാൻ വന്നതായിരുന്നു. പക്ഷെ ആ സമയത്തോടെ ബോഡി കണ്ടില്ല. അങ്ങനെയാണ് പിന്നെ എങ്ങനെയായിരിക്കും അജാസേ ഇതേ വെമ്പാലമുക്കില ഉള്ള ആ വീട്ടിൽ നിന്ന് കിഷോറിന്റെ ബോഡി കിട്ടുന്നത്? കാരണം 1.5 മണിക്കൂറിന് ശേഷമാണ് വീണ്ടും വേറെ തോക്കിൽ നിന്ന് വെടിയേറ്റ് മരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിലുള്ള ആ തോക്കിൽ നിന്നുള്ള വെടിയേറ്റല്ല മരിച്ചിരിക്കുന്നത്, വീണ്ടും 1.5 മണിക്കൂറിന് ശേഷമാണ്. അങ്ങനെയാണെങ്കിൽ കിഷോർ ഇനി വെമ്പാലമുക്കിലെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണോ വെടിയേറ്റിരിക്കുന്നത്? എന്തായാലും ആ വെടി കൊണ്ട കിഷോർ അത്രയും ദൂരം എന്തായാലും വരാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ ചോരപ്പാടുകൾ അവിടെ കണ്ട അതൊന്നും ഉണ്ടായിട്ടില്ല. അതിനർത്ഥം എന്താ? വേറെ ആരെങ്കിലും അവനെ അങ്ങോട്ട് കൊണ്ടുപോയെന്നല്ലേ കരുതാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അജാസ് ഒന്നും മിണ്ടായിരിക്കുകയാണ്. എന്താ അജാസെ, ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി പറയാത്ത എന്താന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഗോവിന്ദ് സാറേ, ഞാൻ എന്ത് പറയാനാന്ന് ചോദിക്കാം. അല്ല അജാസിന്റെ ഒരു നിഗമനം എന്താണ്? കാരണം ഒരു കാരണവശാലും വെടിയേറ്റിട്ട് കിഷോർ അവിടുന്ന് വെമ്പാലമുക്കിലെ വീട് വരെ ഒറ്റയ്ക്ക് വരത്തില്ല. അപ്പൊ എന്താണെങ്കിലും അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണത്തില്ലെന്ന് ചോദിക്കുകയാണ്. അജാസ് പറഞ്ഞു, അതെനിക്കറിയില്ല സാറേ, അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഗോവയിൽ കേന്ദ്രീകരിച്ച് അന്വേഷണമൊക്കെ നടത്തുന്നുണ്ടല്ലോ പോലീസുകാര്. അത് വന്നാലേ വ്യക്തമായിട്ട് നമുക്ക് വിവരങ്ങളൊക്കെ കിട്ടുള്ളൂ എന്ന് ചോദിക്കാം. ഗോവിന്ദിന്റെ ഉള്ളിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഗോവിന്ദനോട് ശരി അജാസ് പോയിക്കോളാൻ പറയാണ്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പൊ അജാസിന് ഇതിനകത്തെങ്കിലും ബന്ധമുണ്ടോ? അജാസ് എന്തൊക്കെയോ മറയ്ക്കുന്നുള്ള പോലെ തോന്നുന്നുണ്ട്. ഒരു പക്ഷേ ഇതിന്റെ പിന്നില് കിഷോറിന്റെ കൊലയാളി ആരാന്നൊന്നെങ്കിൽ അജാസിന് അറിയായിരിക്കും, അല്ലെങ്കിൽ ഇനി ഒരു പക്ഷേ അജാസും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണോ ഇതെന്ന് ചിന്ത ഗോവിന്ദിന് മനസ്സിലുണ്ടാവുക. പക്ഷെ അജാസിനെ അവിശ്വസിക്കാനും പറ്റുന്നില്ല. തന്നെ വിശ്വസ്തനായിട്ട് നിൽക്കുന്ന ആളാണ്. ഒരിക്കലും അജാസ് ഇങ്ങനെ ഒരു പണി ചെയ്യാനായിട്ട് വഴിയില്ല. പക്ഷെ എന്തിനു വേണ്ടി? അങ്ങനെയാണെങ്കിൽ ഭദ്രനെ കുറിച്ചുള്ള വിവരം അതൊന്നും ശരിയാകുന്നില്ല. ഭദ്രന്റെ കത്ത് കിട്ടിയെന്ന് പറയുന്നുണ്ട്. പിന്നീട് രതീഷ് വിളിക്കുന്നുണ്ട്. രതീഷ് വിളിച്ചിട്ട് ഗോവിന്ദനോട് പറഞ്ഞു, അന്നത്തെ ദിവസം ഭദ്രൻ വന്ന ഒരാള് അത് യാത്ര ചെയ്തിട്ടില്ലെന്ന് പറയാം ട്രെയിനിൽ. അപ്പൊ ട്രെയിനിൽ പോകുന്നതായിട്ടാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരാൾ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞപ്പം അങ്ങനെ ഒരാൾ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് അറിവ് കിട്ടുവാണ്. ഇതോടെ കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാട് ടെൻഷനായി. ഒന്നും അങ്ങ് മനസ്സിലാകുന്നില്ല. ഭദ്രന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് ഗീത് പറയുന്നുണ്ട്. പക്ഷെ ഭദ്രൻ യാത്ര ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ ട്രെയിനിൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭദ്രൻ ഇത് എവിടെ പോയി? ആ വെമ്പാലമുക്കിലെ വീടും ഭദ്രനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇനിയിപ്പോ കണ്ട ചോരപ്പാടുകൾ അത് ഭദ്രന്റെ ആണോ? അപ്പൊ ആ മൊബൈൽ ഫോൺ കണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ ആ സമയത്തുള്ള ആരാണ് അടിച്ചു മാറ്റിക്കൊണ്ടത്? അവിടെ വന്നതിൽ ആരോ ഒരാൾ അത് എടുത്തോണ്ട് പോയിട്ടുണ്ട്. പോലീസിന്റെ കയ്യിൽ ആ ഭദ്രന്റെ ഫോൺ കിട്ടിയിട്ടില്ല. ആ ഫോണിനകത്ത് എന്തോ വിലപിടിച്ച രേഖയുണ്ട്. ആർക്കും അത് ആവശ്യമായിട്ടുണ്ട്. അവരത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭദ്രൻ എവിടെ പോയി? ആകെപ്പാടെ ഒരു ടെൻഷനായ ഒരു അവസ്ഥയാണ്. ഇതിനെന്തേലും ഒരു തുമ്പ് കിട്ടണമെങ്കിൽ എവിടെന്തേലും എന്തേലും ഒരു ക്ലൂ കിട്ടിയാൽ മതിയാവുള്ളൂ. പക്ഷെ ഗീതുവിനോട് ഇതിനെക്കുറിച്ച് ഇപ്പൊ പറയാനും പറ്റില്ല. ഭദ്രൻ ഇനിയിപ്പം തീർത്ഥാടനത്തിന് പോയിട്ടില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതുവിന് സഹിക്കാൻ പറ്റില്ല. ഗീതു ആ ഒരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഗോവിന്ദ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനി അധികം വൈകാതെ തന്നെ കിഷോറിന്റെ കൊലയാളി ആരാന്നുള്ള സത്യം പുറത്തു വരും. ഇനിയിപ്പോ അജാസിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? അതോ ഇനിയിപ്പോ അനാർക്കലിയാണോ ഇതൊക്കെ ചെയ്യിച്ചേ? അതോ ഇനിയിപ്പം കിഷോറിനെ തേടി വല്ല ഗുണ്ടകളും വന്നോ? അവർണയുടെ ഡാഡിയാണെന്നും പറയാൻ പറ്റില്ല ഈ കൃത്യമൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷെ തന്റെ മകളുടെ ജീവിതം നശിപ്പിച്ചതിനുള്ള പ്രതികാരമായിട്ട് അയാൾ ചെയ്താണോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ.
ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.